ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അപ്രതീക്ഷിതമായ കാര്യമാണല്ലോ അവിടെ നടന്നത്. ഇപ്പോൾ വേദയുടെ കഴുത്തിൽ ഒരു താലിയും കെട്ടിട്ടുണ്ട്. അതൊരു ഗുണ്ടയാണ് നമ്മുടെ വേദയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ വേദയെ ആശ്വസിപ്പിക്കാനായിട്ട് വേദയെ കെട്ടാനിരുന്ന ആ കല്യാണ ചെറുക്കൻ അങ്ങോട്ട് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്കും പറയുകയാണ്, വേദ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ഇവിടെ തൻ്റെ ഏത് ദുഃഖത്തിലും ഏത് സന്തോഷത്തിലൊക്കെ ഞാൻ കൂടെ ഉണ്ടാകും, തൻ്റെ ഏത് പ്രശ്നത്തിനും ഞാൻ കൂടെ ഉണ്ടാകും. അപ്പോൾ പിന്നെ താൻ ദുഃഖിക്കേണ്ട ഒരു ആവശ്യമില്ല വേദ എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ കൈ പിടിക്കുകയാണ് ആദ്യം. പക്ഷെ വേദ അപ്പോഴത്തേക്കും കൈ അങ്ങോട്ട് തട്ടി മാറ്റുകയാണ്. അതൊന്നും കാര്യമാക്കാതെ ഇയാളാണെങ്കിൽ വീണ്ടും വേദയുടെ കയ്യിലേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദ ഈ താലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ അതെ നിന്റെ കഴുത്തിൽ ഇപ്പം ആരോ ഒരാൾ താലി കെട്ടി എന്ന് വിചാരിച്ചിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ രണ്ടുപേരുടെയും കല്യാണം അടിപൊളിയായിട്ട് നടക്കും. ഇത് കേട്ട വേദയാണെങ്കിൽ കല്യാണം നടക്കോ? അപ്പോൾ ഇപ്പം നടന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അത് പിന്നെ വേദ, അതെ ഈ നടന്നതും കല്യാണം തന്നെയല്ലേ, അതും അമ്പലത്തിൽ വെച്ച്, ഉമാമഹേശ്വരൻ്റെ ക്ഷേത്രത്തിൽ വെച്ച്, അതും അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ആ ദിവസത്തിൽ വെച്ച് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വേദ തുടങ്ങി അന്ധമായ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ താന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദയുടെ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവനാണെങ്കിൽ ഇതെന്താ വേദ, താൻ എന്താണ് ഈ പറയുന്നത്? ഇതൊക്കെ ആരെങ്കിലും ഇങ്ങനെ വിശ്വസിക്കും? ഒരു മഞ്ഞ ചിരട് കഴുത്തി കയറിയെന്ന് വിചാരിച്ച് എല്ലാം അവസാനിച്ചോന്നാണോ? ഇങ്ങനെയൊന്നും വിശ്വസിക്കാനായിട്ട് നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ മണവാള ചെറുക്കൻ എല്ലാവരും കൂടി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായി കാര്യങ്ങളിൽ ആ വേദ വല്ലാതൊരു മൂഡ് ഓഫിലാണ്. അവൾ എപ്പോഴും ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഞാൻ എന്തൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും അവൾ അതിലോട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ആവുന്നില്ല. എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, അവനെ ശരിയാക്കണം. അപ്പോഴേക്കും ഈ മണവാള ചെറുക്കൻ്റെ അമ്മയാണെങ്കിൽ ഞാനൊരു കാര്യമുള്ളൂ തുറന്നു പറഞ്ഞേക്കാം. ഇപ്പോൾ വേദയുടെ കഴുത്തിൽ ഒരു താലി കയറിയിരിക്കുകയാണ്. അവൾ ശരിക്കും പറഞ്ഞാൽ അവളുടെ കല്യാണം കഴിഞ്ഞു. ഇനി അവളെ എൻ്റെ മോൻ്റെ തലയിൽ വെച്ച് എപ്പിക്കാന്ന് ആരും വിചാരിക്കണ്ട. എന്തൊക്കെ ഈ പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണ്. ഇനി അവളുടെ കഴുത്തിൽ നിന്ന് ആ താലി പൊട്ടിച്ച് വലിച്ചെറിഞ്ഞാൽ പോലും അവള് ഒരു രണ്ടാം കെട്ടാണ്, അതറിയോ? അമ്പലത്തിൽ വെച്ച് അവളുടെ കഴുത്തിൽ എവനോ ആരും ആയിക്കോട്ടെ കഴുത്തിൽ താലി കെട്ടിയതാണ്. അത് ഉമാമഹേശ്വരി ദേവി ക്ഷേത്രത്തിൽ വെച്ച് ആണ് ആ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതും തുലാമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച അങ്ങനെയാണ് ഒരു കല്യാണം നടന്നത്. അപ്പം എന്താ പറയണേന്നറിയാമോ? ഇനി 7 ജന്മവും അവർ ഒന്നിച്ച് ജീവിക്കുമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഇത് ഞാൻ പറഞ്ഞ നുണയാണെന്ന് അമ്മ പറയട്ടെ. അപ്പോൾ നമ്മുടെ അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക, മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കുക. കണ്ടില്ലേ, അമ്മ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്. എൻ്റെ മോൻ ഇനി അവളെ വേണ്ട. ഇതെല്ലാം കേട്ട വേദയ്ക്ക് ആകെ ഷോക്കായ ഒരു അവസ്ഥ നിൽക്കുകയാണ്. വേദ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഈ കല്യാണമൊക്കെ നടക്കുമെന്നാണ് നമ്മുടെ വേദ വിചാരിച്ചത്. അങ്ങനെ അവിടുത്തെ അമ്മായി പറയാണ്, നിങ്ങളെ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, കല്യാണം മുടങ്ങാനായിട്ട് പോകുന്നില്ല. വേദയുടെയും ഇവൻ്റെയും കല്യാണം നടക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഏതായാലും ആ താലി ഭർത്താവ് മരിച്ചു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ താലി ഊരുക, എന്നിട്ട് ഒരു ചടങ്ങ് നടത്തുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. വേദയുടെ അമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വേദയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പോയിരുന്നിട്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിരുന്ന് പൊട്ടിക്കരയുന്നു. അപ്പോൾ വേദയുടെ അച്ഛൻ പറയണം, ഇല്ല, ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. എന്താ, എൻ്റെ മോളുടെ കല്യാണം ശരിയായ രീതിയിൽ പോലും നടന്നില്ല, എന്നിട്ട് അവളെ ഒരു വിധവയാക്കാനാണോ നിങ്ങളുടെ എല്ലാവരും തീരുമാനം? അതൊന്നും ഞാൻ സമ്മതിച്ചു തരില്ല. ഇതെന്തൊക്കെയാ പറയുന്നത്? ഒരു വിധവയാക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് കേട്ടാ വേദയെ കെട്ടാനെന്ന് വെച്ചാൽ ചെറുക്കനും പറയണം, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. വേദയെ എവിടെയെങ്കിലും കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ മതി, അപ്പോഴത്തേക്കും ശരിയാവുക തന്നെ ചെയ്യും. ഈ കൗൺസിലിങ്ങും ഇപ്പം ഞാൻ പറഞ്ഞ് നടത്താൻ പോകുന്ന ആ ചടങ്ങും അതൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതിൽ വ്യത്യാസമൊന്നും ഇല്ല. ഒരു പെണ്ണിൻ്റെ മനസ്സിങ്ങനെ തകർന്നിരിക്കുമ്പോൾ, അതായത് ഒരു പെണ്ണിനെ അവളുടെ ഭർത്താവോ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കപ്പെട്ട ഒരാളോ ഉപേക്ഷിച്ചാലോ അല്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാലോ അവളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അവളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക, അങ്ങനെ ഒരാളില്ല എന്നും പറഞ്ഞുകൊണ്ട് തൃപ്തിപ്പെടുത്തുക. അതാണ് ഇപ്പം ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് വിധവ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട്
ഇവരിങ്ങനെ പറയാണ്. ഇപ്പൊ ഈ പേര് പറഞ്ഞ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ദൈവമേ, ഇനിയിപ്പോ വേദയെ എങ്ങനെ പറഞ്ഞ് മനസ്സമാധാനപ്പെടുത്തും? വേദയുടെ കഴുത്തിലാണെങ്കിൽ അവൾ താലിയും കളയുന്നില്ല, അവൾ അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും വല്ലാത്തൊരു ഷോക്ക് തോന്നുകയാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ വേദയുടെ ആങ്ങൾക്ക് ഒരു കോള് വരികയാണ്. ഹലോ പറ. ആയോ, ശരി എങ്കിൽ ഞങ്ങൾ ഉടനെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ എല്ലാവരോടും പറയണം, അതെ അവനെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഏതെല്ലാം അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും ഈ ആങ്ങളെയും അതേപോലെ തന്നെ ഈ അച്ഛനും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അതേ നമ്മുടെ നായകൻ വിക്രം ഈ ജയിലിനുള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു കൂസലും ഇല്ലാതെ തന്നെ ഇതൊക്കെ നമുക്ക് സ്ഥിരമല്ലേ എന്നും വിചാരിച്ചുകൊണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാരാണെങ്കിൽ ആ ഗേറ്റിലോട്ടൊന്നും തട്ടുകയാണ്. തട്ടിക്കഴിഞ്ഞപ്പോഴും ഇവനൊന്നും നോക്കുന്നില്ല, ഒരു മൈൻഡും ഇല്ല. എടാ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ സാറേ എന്ന് ചോദിക്കുകയാണ്. എടാ നിന്നെ കാണാൻ വേണ്ടി രണ്ടുപേരും വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ വിക്രം അങ്ങോട്ട് വരികയാണ്. സാറുമാരെ എത്തിയോ? ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു സാറുമാരെ. ഇത് കേട്ടാ നായികയുടെ ആങ്ങളെയാണെങ്കിൽ എന്താടാ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും നിന്റെ അഹങ്കാരം തീർന്നിട്ടല്ലേ? ഏയ് മിണ്ടരുത്, ഇവിടെ മുതിർന്നവർ നിൽക്കുന്നുണ്ട്, അവർ സംസാരിക്കട്ടെ, എന്നിട്ട് നിനക്കുള്ള ചാൻസ് തരാം, അല്ലാതെ ഇവിടെ കിടന്ന് കൂടുതൽ ഷോ കാണിക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ സാറേ, എനിക്കറിയില്ലായിരുന്നു സാറിൻ്റെ മകളാണ് അതെന്ന്. പിന്നെ അതറിയാതെ സംഭവിച്ചു പോയതാണ്, മനഃപൂർവ്വമല്ല. ഇത് കേട്ട ഈ ജഡ്ജി ആണെങ്കിൽ നീ എനക്ക് അറിയാതെ സംഭവിച്ചു പോയതാണല്ലേ? എടാ ജില്ലാ ജഡ്ജിയുടെ മകളെയാടാ, മകളുടെ കഴുത്തിലാടാ നീ താലി കെട്ടിയത്, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തോക്കെടുത്ത് നേരെ ഈ വിക്രത്തിന്റെ നേരെ നീട്ടുകയാണ്. അങ്ങനെ നീട്ടിക്കഴിഞ്ഞപ്പോഴേക്കും വിക്രം ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. വെക്ക് സാറേ, വെടി വെക്ക് സാറേ, ആ കാഞ്ചി വയ്ക്ക് സാറേ, ധൈര്യം ഉണ്ടെങ്കിൽ വെടിവെക്ക് സാറേ എന്ന് പറയുമ്പോഴും ഇയാൾ വെടിവെക്കുന്നില്ല. അപ്പോൾ പോലീസുകാർ അതിലേക്ക് ഇടപെടുകയാണ്. വേണ്ട സാറേ, വിട്ടേര് സാറേ, ഇവിടെ കിടന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട്. എടാ നിന്നേക്കൊന്നും വെറുതെ വിടില്ലടാ. ഞങ്ങൾ മുതിർന്നവർ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ, അതിനിടയിൽ കയറി എന്തിനാണോ താൻ കിടന്ന് സംസാരിക്കുന്നത്? സാറിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ സാറേ. സാറിൻ്റെ മോളുടെ കാര്യത്തിൽ ഞാൻ താലി കെട്ടണമെന്നോ അല്ലെ ദ്രോഹിക്കണമെന്നോ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഞാനൊരു ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും സാറിൻ്റെ മോൾ അതിൽ കയറി ഇടപെട്ടു. സാറിന് ഇപ്പോൾ ദേഷ്യം വന്നത് കണ്ടില്ലേ, എന്നിട്ട് എൻ്റെ നേരെ തോക്കു ചൂടിയത് കണ്ടില്ലേ? ആ ഒരു ദേഷ്യമാണ് സാറേ എനിക്ക് ആ സമയത്ത് വന്നത്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു വാശി തീർത്താണ്. സാറിൻ്റെ മോളോട് പറ ആ താലി അങ്ങോട്ട് പൊട്ടിച്ച് മാറ്റിയിട്ട് സുഖമായിട്ട് ജീവിക്കാനായിട്ട്. അത് അവിടെ കഴിഞ്ഞു, അല്ലാതെ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റി നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല സാറേ എന്നും ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം മുത്തശ്ശിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. വേദമോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ? നിന്റെ ഈ മൗനം കാണുമ്പോൾ മുത്തശ്ശിക്കും ആകെ സങ്കടം തോന്നുന്നു. മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയുടെ ഒരു കാര്യം ചോദിക്കട്ടെ മുത്തശ്ശി? സത്യസന്ധമായിട്ട് തന്നെ ഉത്തരം പറയോ? എന്താ മോളെ? ഏതോ ഒരുത്തം വന്ന് എൻ്റെ കഴുത്തിൽ താലി കെട്ടി, അതും ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ചാണ് അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഈ താലി ഇപ്പോൾ എന്നോട് പൊട്ടിച്ച് മാറ്റാൻ പറഞ്ഞാൽ എനിക്കതിന് സാധിക്കുമോ? നോക്ക്, എല്ലാവരുടെയും സാക്ഷിയാക്കി തന്നെയല്ലേ അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. അപ്പോൾ എൻ്റെ കല്യാണം ശരിക്കും കഴിഞ്ഞില്ലേ? ഇനി 7 ജന്മം എന്ന രീതിയിൽ അയാൾ എനിക്ക് സ്വന്തമാകുമോ മുത്തശ്ശി? ഞാൻ എന്താ ചെയ്യേണ്ടേ മുത്തശ്ശി? മുത്തശ്ശി ഒന്ന് പറഞ്ഞതാ, ഞാൻ ഈ താലി പൊട്ടിച്ചെറിയുന്നത് അത് ശരിയാണോ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നു മോളോട് ഞാൻ എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല മോളെ. മുത്തശ്ശി, ഞാൻ ആകെ പ്രതിസന്ധിയിലായിരിക്കണം മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ മടി കിടന്നിട്ട് വീണ്ടും കരയാണ്. ഇതേ സമയം തന്നെ ലോക്കപ്പിലാണെങ്കിൽ ഇവനെ മേളിലിങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു പോലീസുകാരൻ അയാളെ യൂണിഫോം കൂരിയിട്ട് ഇവൻ്റെ അടുത്തേക്ക് നീങ്ങി ചെല്ലുകയാണ്. എടാ നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. നിനക്കുള്ള പണിഷ്മെൻറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാറേ, ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ആ തെറ്റ് ചെയ്തതെന്ന്. പിന്നെ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. അതിന് ഉള്ള കാര്യങ്ങൾ മുഴുവനും ഞാൻ പറയുകയും ചെയ്താണ്. ഇനി സാറിന് എന്നെ തല്ലണമെന്നാണ് ആഗ്രഹമെങ്കിൽ തല്ലിക്കോ. അല്ല, കുറേ VIP-കളൊക്കെ വരുന്നതല്ലേ, അവരുടെ മുന്നിൽ സാറിനും ഷോ കാണിക്കണ്ടേ? അവർ പറഞ്ഞാൽ പിന്നെ എന്നെ തല്ലാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ സാറേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് വായടക്കടാ, ഇപ്പോഴും അവൻ്റെ അഹങ്കാരം നിന്നിട്ടില്ല, ഇവനിട്ട് കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്
വിക്രത്തെ കെട്ടി തൂക്കിയിട്ടിട്ട് പടക്കാന്ന് പറഞ്ഞ് അടിക്കുകയാണ്. ലാത്തി വെച്ച് കുറേ അടിക്കുകയാണ്. വിക്രമാണെങ്കിൽ ആകെ അവശതയായി പോയൊരവസ്ഥ നിൽക്കുകയാണ്. വല്ലാതെ വേദനിക്കുന്നുണ്ട്. നിനക്ക് ഇപ്പോഴും തൃപ്തിയായില്ലല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കുകയാണ്. പിന്നീട് നമ്മുടെ വേദു ഈ കാര്യത്തെക്കുറിച്ച് എല്ലാം മുത്തശ്ശിയോട് പറയണം. മുത്തശ്ശി, എൻ്റെ മനസ്സിൽ നിന്ന് അത് മാറുന്നില്ല മുത്തശ്ശി, ഇപ്പോഴും അത് ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം മുത്തശ്ശി. അപ്പോൾ ഈ വേദയുടെ അനിയത്തി വന്നിട്ട് പറയണം, അതിനെല്ലാം പരിഹാരം ഞാൻ പറയാം. എൻ്റെ പൊന്ന് ചേച്ചി, ദേ ഈ പഴയ പഴഞ്ചൻ കഥകളൊക്കെ വിട്. ഇപ്പം നമ്മൾ ന്യൂ ജനറേഷൻ ആൾക്കാരല്ലേ, അപ്പോൾ പുതിയതായിട്ട് ചിന്തിക്കണം. ചേച്ചി ഒരു കാര്യം ചെയ്യണം. ഈ ചേച്ചിയുടെ കഴുത്തിൽ കെട്ടിരിക്കുന്ന ഈ താലിയില്ലേ, അതെല്ലാം കൂടെ അഴിച്ചു മാറ്റണം. എന്നിട്ട് സന്തോഷത്തോടെ ചേച്ചിക്ക് നിശ്ചയിച്ച് ആ കല്യാണവും കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. അല്ലാതെ ഒരു ഗുണ്ട കെട്ടിയ താലിയും കഴുത്തി കെട്ടി തൂക്കിയിട്ടിട്ട് പഴയ പുരാണ കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നാൽ എങ്ങനെയാണ് ചേച്ചി ശരിയാവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പോലീസുകാരനെ വിളിക്കുകയാണ്. വേദയുടെ ആങ്ങള, എന്തായടോ കാര്യങ്ങളെല്ലാം ശരിയായോ? സാറേ, സാറ് പറഞ്ഞതുപോലെ തന്നെ അവനെ അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. ഇനി അവനൊരു പ്രശ്നത്തിനും വരാനായിട്ട് പോകുന്നില്ല. കല്യാണമൊക്കെ നടത്താം. എടോ, അങ്ങനെ അടിച്ച് നിരപ്പാക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ തന്നോട് പറഞ്ഞത്. സാറേ, കോടതിയിൽ എത്തിക്കാലോ. എന്ത് കോടതി? അവനൊരു കോടതിയിൽ എത്തിക്കണ്ട. താൻ അവനങ്ങോട്ട് അടിച്ച് തീർത്തേര്. അയ്യോ സാറേ, അതൊന്നും പറ്റില്ല സാറേ. സാറേ, ലോക്കപ്പിലിട്ട് ഒരാളെ ഇങ്ങനെ തീർക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ലോക്കപ്പ് വധക്കേസായി അങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ പിന്നാലെ നടക്കേണ്ടി വരും. എന്താടോ, താൻ തന്നോട് തറയ്ക്കുകയാണ്. സാറേ, സാറ് ക്ഷമിക്കണം സാറേ. എടോ, താൻ പറയുന്നത് പോലെ ചെയ്യടോ. അപ്പം അതിനുള്ള പ്രതിഫലവും തനിക്ക് തരും. ഈ ലോക്കപ്പിലിട്ട് താൻ തീർത്താലല്ലേ പ്രശ്നമുള്ളൂ. താൻ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോ, എന്നിട്ട് അവിടെ വെച്ച് തീർക്ക്. പിന്നെ തനിക്ക് കൈ നിറയെ പൈസ കിട്ടിക്കഴിഞ്ഞെങ്കിൽ തൻ്റെ കുടുംബത്തിലെ കുറേ പ്രാരാബ്ദങ്ങളൊക്കെ തീരൂലേ? സാറേ, അത് പിന്നെ സാറേ, ഇതൊക്കെ ശരിയാവോ? എടോ, ഒരു ശരികേടുമില്ല. അവന് ഇനി ഒരു കോടതിയിലും എത്താൻ പാടില്ല. അവൻ ഇനി ഭൂലോകത്ത് പോലും കണ്ടുപോകരുത്. സമ്മതിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇയാളെ സമ്മതിക്കുകയാണ്. പക്ഷേ ഇവരിങ്ങനെ സംസാരിക്കും. നമ്മുടെ വേദ കേൾക്കുകയാണ്. വേദ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് വേദയ്ക്കാകെ ടെൻഷൻ തോന്നി. കാരണം തൻ്റെ കഴുത്തിൽ താലി കെട്ടി ഒരാളെയാണ് കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദ വിധവ ആയെന്നുള്ളൊരു ഇതിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ വേദ ആലോചിക്കുകയാണ്. ഇവനെ പിടിച്ചുകൊണ്ടൊരു കാട്ടിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് ചുറ്റുവരും പോലീസും വേദയുടെ അച്ഛനും ആങ്ങളെയും ഒക്കെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പോൾ ദേ വരുന്നു വേദ. അപ്പോൾ വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രം ആണെങ്കിൽ ആദ്യമൊന്നും വേദയെ നോക്കിയാണ്. അതിനുശേഷം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, വേദ, നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കാൻ പോകുന്നത്. നിനക്ക് വേണ്ടിയാണ് ഇവരെന്നെ കൊല്ലാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞ് തീരുന്ന സമയത്ത് ഇവൻ്റെ വിക്രത്തിൻ്റെ നെഞ്ചിട്ട് തന്നെ വെടി കൊള്ളുകയാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ വേദയുടെ സ്വപ്നമായിരുന്നു. വേദ സ്വപ്നത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ്. പക്ഷെ വേദ ഓരോ ദിവസം കഴിയും തോറും വേദയുടെ മനസ്സിലേക്ക് ഇത് തൻ്റെ ഭർത്താവാണ് എന്നിങ്ങനെ ഉൾക്കൊണ്ടിങ്ങനെ വരികയാണ്. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. വേദയ്ക്ക് ആകെ ടെൻഷനായി അവിടെ നിന്ന് എണീറ്റ് നേരെ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കാൻ നേരത്ത് അച്ഛനും ആങ്ങളെയും ഇരുന്നിട്ട് ഗൂഢാലോചനയാണ്. കാരണം അവനെ തീർക്കണം എന്ന് ഒറ്റൊരു ചിന്തയാണ്. എടാ, ദേ, അവർ നമ്മളെ ചതിക്കോ? പോലീസുകാർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യില്ലേ? ഉറപ്പായിട്ടും അവർ ചെയ്തിരിക്കും. ഇനി അവൻ്റെ ശല്യം ഉണ്ടാകാൻ പാടില്ല. ശരിയാ, അവൻ്റെ ശല്യം ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നും ഈ അച്ഛനും പറയുന്ന ആ കാര്യങ്ങളാണ് നമ്മുടെ വേദ കേൾക്കുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? വേദ തന്നെ വിക്രത്തെ രക്ഷിക്കോ? എന്നിട്ട് വിക്രത്തിൻ്റെ ഒപ്പം സുഖമായിട്ട് ജീവിക്കോ? ഇനി വിക്രത്തെ എങ്ങനെ അംഗീകരിക്കും വേദ എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണണേ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.